ഈ രണ്ടെണ്ണം കൂട്ടി പിടിപ്പിച്ചോ. ആ, നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയാണല്ലോ കൂട്ടിപ്പിടിക്കേ. ആ, അത് ഓരോ തിരികെപ്പെട്ടോണ്ടില്ല, അങ്ങനെ രണ്ടെണ്ണം കൂട്ടിച്ചേർത്ത്. ആ, ശരി. എവിടെയാ അവിടെ കൊടുക്കാം? പൂജാമുറി. പൂജാമുറി ഇല്ലാത്തവര് പിന്നെ എവിടെ? വാതിൽ എങ്ങോട്ടിലോട്ട്? കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ വടക്കോട്ടോ? അതുകൊണ്ടോ? പ്രധാന വാതിലിന്റെ തെക്കുവശത്തോട്. ഞാൻ അതൊന്നും അന്വേഷിച്ചു. അതെ, ഞാൻ ചോദിച്ചത് ഈ പ്രധാന വാതിലിന്റെ നേരെയാണോ വെക്കുന്നത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണം. എന്തിനാ ഇവിടെ കൊടുക്കുന്നത്? ഐശ്വര്യത്തിന് നന്മ വരാൻ. അപ്പൊ നമുക്ക് 10 ദിവസം വിളക്ക് കൊടുത്താൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ ഈ ഐശ്വര്യ നന്മയിലേക്ക് പോവോ? അപ്പൊ പിന്നെ എന്താ പറയുക, മനസ്സിൽ വെച്ചാൽ പറയാം വിളക്ക് കൊടുത്തുള്ള കാര്യമില്ല. അല്ല, അതാ ഞാൻ ചോദിച്ചു. അങ്ങനെ ആ 10 ദിവസം കൊടുത്താത്തപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുമെങ്കിൽ പിന്നെ ഇപ്പൊ എല്ലാ ദിവസവും നമ്മുടെ മനസ്സിലിരുന്നാൽ പോലെ ഇതിനെ പ്രത്യേകിച്ച് വിളക്ക് കൊടുത്താൽ പോണേ? അത്രയും എണ്ണയും ഒക്കെ വേസ്റ്റല്ലേ? എണ്ണ അത്രയും ലാഭമല്ലേ? ശരി, അവിടെ നിൽക്കട്ടെ. ഈ വിളക്കെന്ന് പറയുന്ന സാധനത്തിൽ എന്താ നിങ്ങളുടെ സങ്കല്പം? മഹാലക്ഷ്മി. അപ്പൊ ഈ ദുർഗയും ഭദ്രകാളിയൊക്കെ എവിടെ പോകും? അവരും അമ്പലത്തിൽ നോക്കും, നമ്മുടെ വീട്ടിലോട്ട് വരണ്ട. ഭദ്രകാളി ദുർഗയ്ക്ക് അമ്പലത്തിൽ നോക്കണം, ഞങ്ങളുടെ വീട്ടിലോട്ട്. ഞങ്ങളുടെ വീട്ടിലോട്ട് ആരും വന്നാൽ മതി, ലക്ഷ്മി വന്നാൽ മതി. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ശിവനും ഗണപതിയും മുരുകനും കൃഷ്ണനും അയ്യപ്പനും ഒക്കെ ഇവിടെ പോകും. അവരും അതിൽ അവിടെ വിളക്കേ വരും. അവരാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞാൽ ലക്ഷ്മി വരത്തുള്ളൂ. എന്നാ വിളക്കെന്ന് പറയണത് ഈ ലക്ഷ്മി സരസ്വതി ശങ്കരിയൊന്നും അല്ല, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരൂപമാണ്. ആധാരക്രമത്തിൽ 6 ആധാരക്രമത്തിൽ ഉണ്ടാക്കുന്നതാണ് വിളക്ക്. നമ്മുടെ ശരീരവും 6 ആധാരങ്ങൾ ഉണ്ട്. ഏതൊക്കെയാ നമുക്ക് അറിയാവുന്ന ആധാരങ്ങൾ? നമുക്ക് 3 ആധാരം അറിയാം. ഒന്ന് വീടിൻ്റെ ആധാരം, ഒന്ന് കേന്ദ്ര ഗവൺമെൻറ് വന്നൊരു ആധാരം, മൂന്നാമത്തേത് മക്കളെ ഒക്കെ പുറത്താക്കി കഴിയുമ്പോൾ വഴി ആധാരം അല്ലേ? നമുക്ക് 6 ആധാരങ്ങൾ അല്ലെങ്കിൽ 6 ചക്രങ്ങളോ ഷഡ്ചക്രങ്ങളറിയാം. അപ്പോ ആ 6 ചക്രങ്ങൾ എന്ന് പറയുന്നത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ. ഇങ്ങനെയാണ് 6 ചക്രം. ആജ്ഞാചക്രം എന്ന് പറയുമ്പോൾ ഇവിടെ വരും. മൂലാധാരം നാഭിക്ക് താഴെയായിട്ട് വരും. ബാക്കി ഇടയ്ക്ക് ഭാഗങ്ങളായിട്ടാണ് ബാക്കി 4 വരും. 7ാമത്തെ ചക്രമാണ് സഹസ്രാരപത്മം എന്ന് പറയുന്നത്. അവ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ എന്തിനാ അതിനകത്ത് ദീപം കൊളുത്തുന്നത്? ശരീരമാണെങ്കിൽ ദീപം കൊളുത്തേണ്ട കാര്യമുണ്ടോ? ആ ദീപത്തെ നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മുടെ ആത്മ ചൈതന്യമായിട്ടാണ്, ആത്മജ്യോതിസായിട്ട്. ഉള്ളിന്, ഈ ശരീരത്തിന് വേണ്ടതായിരിക്കുന്ന ചലനശേഷി നൽകുന്ന പരമാത്മ ചൈതന്യമായിട്ടാണെങ്കിൽ ജീവൻ എന്ന് പറയാൻ പറ്റില്ല, ബോധം എന്ന ഒന്ന് ഉണ്ട്, ആത്മബോധം. അതിനെ ആത്മചൈതന്യമായിട്ടാണ് കണക്കാക്കുന്നത്. ആത്മാവിനെ പ്രകാശരൂപേണയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതിനെ പുറത്തോട്ട് കൊടുക്കണ, ഉള്ളിൽ ഇരുന്നാൽ പോയി. 2 ബോധത്തെ നമുക്ക് തരിക. എന്താണ് 2 ബോധം? ഒന്ന്, എൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈ ആത്മചൈതന്യമാണ് എന്നൊരു ബോധം. 2ാമത്തേത്, എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പുറത്തുള്ളവർക്ക് വേണ്ടി കൂടി
പ്രകാശം ചൊരിയാനുള്ളതാണ് എന്നൊരു ബോധം. ഈ രണ്ട് ബോധത്തെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുക എന്നതാണ് പരമപ്രധാനം. പണ്ട് കാലത്ത് ഇന്ന് ഗേറ്റൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് പടിപ്പുര എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിൻ്റെ വെളിയിൽ ഒരു 3-4 കൽവിളക്ക് അതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ സന്ധ്യയാകുമ്പോൾ അത് ചെന്ന് കൊടുത്തുമായിരുന്നു. ഇല്ലേ? എന്തിനായിരുന്നു? ഒന്നുകിൽ അവിടേക്ക് കയറി വരുന്നവർക്ക് അല്ലെങ്കിൽ ആ വഴിയെ പോകുന്നവർക്ക് ആ ഇരുട്ട് മാറിയുടെ പ്രകാശം കണ്ടുപോകട്ടെ എന്ന ചിന്തയാണ്. അല്ലാതെ അവിടെ നിന്ന് കത്തിച്ചിട്ടൊരു കാര്യമില്ല. ഇന്ന കാലം ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലത്തുള്ള സംഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രകാശം ചൊരിയാനുള്ളതാണ് എന്നൊരു സങ്കല്പം. ഇനി എത്ര തിരിയിടണം? പലർക്കും ഉള്ളൊരു സംശയമാണ്, എത്ര തിരിയാണ് കത്തിക്കേണ്ടത്. ഒരിടത്തും ചെല്ലുമ്പോൾ ചോദിക്കും, എത്ര തിരിയിട്ടാ സ്വാമി ഇവിടെ കത്തിക്കണ്ടേ? എത്ര ഇട്ടാ കത്തിക്കുന്നത്? ഇപ്പം 2 സ്വാമി, പണ്ടോ 1 പിന്നെ എത്ര 2 അത് നാളെ വന്ന ആചാര്യം പറഞ്ഞു, ഒരു തിരിയിട്ട് കത്തിച്ചുകൂടാ, 2 തിരിയിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞാൽ 2 തിരിയാക്കും. ഞാൻ പറയും 16 കിട്ടോ, 10 കൂടെ കിട്ടും, എണ്ണ ചിലവായി കിട്ടും. പണ്ട് കാലത്ത് എത്ര തിരിയിട്ടാ കത്തിച്ചുകൊണ്ടിരുന്ന വിളക്കൊക്കെ? പണ്ട് കാലത്തൊക്കെ 2 തിരിയിട്ടാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. 5 തിരിയിട്ടോ? എല്ലാ വീട്ടിലോ? 3 തിരി. എൻ്റെയൊക്കെ പിന്നെ ഞാൻ കാണിക്കുന്ന 1 തിരിയിട്ട് കത്തിക്കണതാണ്. ഒരു തിരി ഉണ്ടായിരുന്നു. എൻ്റെ മുത്തശ്ശിയുടെ വിളക്കുളത്ത് ഉണ്ടാക്കുന്നത് 1 തിരിയിട്ടാണ്. മുത്തശ്ശിയുടെ അത്ര എൻ്റെ കുട്ടിക്കാലം എനിക്ക് ബോധം വെച്ചു തുടങ്ങിയ കാലം 1 തിരിയിട്ട് കത്തിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ 2 ആയാലും നമ്മളങ്ങനെ 2 ആക്കിയതാണ്. അല്ല, എനിക്കത് കേൾക്കുമ്പോഴാണ് എനിക്കിത് വരുന്നത്. ശരി, ആചാര്യൻ പറഞ്ഞ പോലെയാണോ എല്ലാം ചെയ്യണേ? ആണോ? ഒരു കാര്യം കേട്ട ആചാര്യൻ ഞാൻ പറയുന്ന പിന്നെ കടലിലൊന്ന് പോയി ചാടാൻ പറയാം, ചാടുമോ? ഇല്ല. അതെന്താ? കടലിൽ ചാടിയാൽ ചിലപ്പം 3 ദിവസം പൊങ്ങി വരുമെന്നറിയാം. അപ്പൊ ആചാര്യൻ പറഞ്ഞ അനുസരിച്ചില്ലല്ലോ. പറയുന്നതെന്താ ഉറപ്പ്? ചിലതിനെ ഞാൻ കടലിൽ ചാടാൻ പറയുമല്ല, പൊക്കിയെടുത്ത് കളയണമെന്ന് വിചാരിക്കും ചിലപ്പോൾ കടലിലൊക്കെ. അപ്പൊ ഒരു തിരിയിട്ട് കത്തിച്ചതുകൊണ്ട് ദോഷമുണ്ടെന്ന് വെച്ചാൽ ഇപ്പം പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ച് പറയുന്നത് കേൾക്കുന്നുണ്ട്. എൻ്റെ ഒന്നും വീട്ടിൽ ഒരു തിരിയിട്ട് കത്തിച്ചുകൊണ്ട് ഒരു ദോഷം ഉണ്ടായി കണ്ടിട്ടില്ലേ? അത്യാവശ്യം ഇന്നത്തെ കാലത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ആ സാഹചര്യത്തിൽ ജീവിച്ചു പോയിട്ട് വലിയ കുഴപ്പമൊന്നുള്ളതായി കണ്ടെത്തുന്നില്ല. ഏകമയം പരബ്രഹ്മം, ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ എന്നൊരു ബോധം, ആ ബോധത്തെ ഉള്ളിൽ ഉറപ്പിക്കും. 2 തിരിയായ കുഴപ്പമില്ലോണ്ടെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായമാണ്, ഒരു കുഴപ്പമില്ല. ഞാനെന്നും പരനെന്നും ഈശ്വരനെന്നും ഞാനെന്നുള്ളൊരു ബോധം. അപ്പൊ ദ്വൈതത്തിലേക്ക് കളഞ്ഞു. ഇനി 3 ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമൊന്നുമില്ല. ത്രിഗുണങ്ങളായി, ത്രിമൂർത്തികളായി, അതിന് ഏത് വിധത്തിൽ വേണ്ടതും സങ്കല്പിക്കാം. ഇനി 4 ഇട്ടാലോ? 4 ഇട്ടാലും എന്നെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം ചതുർവേദങ്ങളായി, ചതുർവേദ പുരുഷാർത്ഥങ്ങളായി. 5 ഇട്ടാലോ? 5-ലിടുന്നതൊക്കെയായി. ഇനി 6 ഇട്ടാൽ കുഴപ്പമുണ്ടോ? 6 ഇട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഷഡാധാരങ്ങളായി, ഷഡ്ഗുണങ്ങളായി ഒക്കെയായി. ഇനി 7 ആയാലോ? 7 ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സപ്തമാതൃകളായി, സപ്തധാതുക്കളായി, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ കണക്കൂടാം. നിങ്ങൾ കുഴപ്പപ്പെടണമല്ലോ. ഞാൻ പറഞ്ഞു വരട്ടെ. അവിടെ ഇരുന്ന് സമാധാനപ്പെട്ട് ഞാൻ പറഞ്ഞു വരട്ടെ. എന്നാൽ ഇങ്ങനെയൊക്കെ കത്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരെണ്ണത്തിന് മാത്രം ഒരു പ്രത്യേകത പറയാറുണ്ട്. 5 തിരിയിട്ട് കത്തിക്കുന്ന ദീപത്തിന്റെ പ്രത്യേക പേര് പറയാറുണ്ട്. എന്താ പറയാ? ഭദ്രദീപം. അതിന് മാത്രം എന്താ ഈ ഭദ്രദീപം എന്ന് പറയാൻ കാര്യം? ബാക്കി 7 ഇട്ടാലും പറയില്ല, 2 ഇട്ടാലും പറയില്ല, 1 ഇട്ടാലും പറയില്ല. 5-ന് മാത്രം എന്താ ഈ ഭദ്രദീപം എന്ന് പറയാൻ കാര്യം? അറിയില്ല. അതിന് ഭദ്രദീപം എന്ന് പറയാൻ കാരണം എന്തിന്റെ സ്വരൂപമോ വിളക്കം നമ്മൾ പറഞ്ഞു? ശരീരത്തിന്. നമുക്ക് എത്ര ശരീരം സമയമോ? ഇല്ല. 3 ശരീരമുണ്ട്. ഒന്ന് സ്ഥൂല ശരീരം, ഒന്ന് സൂക്ഷ്മ ശരീരം,
ഒന്ന് കാരണ ശരീരം, സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഈ സ്ഥൂല ശരീരം 20 ഘടകങ്ങളെ കണ്ടാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5 എണ്ണം, 5 പ്രാണൻ, 5 തന്മാത്രകൾ, 5 ഭൂതങ്ങൾ. ഏതാ 5 ഭൂതങ്ങൾ? അഗ്നി, വായു, ജലം, പൃഥ്വി, ആകാശം. 5 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ 5 എണ്ണം, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. 5 തന്മാത്രകൾ, രൂപം, ഗന്ധം, രസം, സ്പർശം, ഘ്രാണം. പിന്നെ 5 പ്രാണനുകൾ. പ്രാണൻ എത്ര ഉണ്ട്? എത്ര പ്രാണനുണ്ട്? പ്രാണൻ 10 ഉണ്ട്. 5 പ്രാണനും 5 ഉപപ്രാണൻ. തൈജസൻ, കൂർമ്മൻ, വിശ്വൻ, ധനഞ്ജൻ എന്ന് പറയുന്ന ഒരെണ്ണങ്ങളുണ്ട്. അതിൻ്റെ പേര് മറന്നുപോയി. ഞാൻ 5 എണ്ണമാണ്. അതിൽ ധനഞ്ജയനാണ് അവസാനം പോകുന്ന പ്രാണൻ. ഈ ശരീരം ഇത് ജീവൻ പോയി കഴിഞ്ഞാൽ അവസാനം പോകുന്ന പ്രാണൻ ഈ ധനഞ്ജയ. അത് കിടക്കുന്നത് നട്ടത്തിലാണെന്നാ പറയുക. അതുകൊണ്ടാണ് ഇടം മുറിഞ്ഞിട്ട് ബന്ധുക്കൾ പോകാമെന്നൊക്കെ പണ്ട് പലവർ പറയാൻ ധരിപ്പിക്കാൻ നോക്കുമ്പോൾ. അപ്പോൾ ഈ 5 പ്രാണൻ, പ്രാണൻ, ഉദാനൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഈ 5 പ്രാണൻ. ഈ പ്രാണനെ ചേർത്താണ് പൂജിക്കാനിരിക്കുന്ന ആള് ദേവന് അല്ലെ ദേവിക്ക് നൈവേദ്യം സമർപ്പിക്കുക. ഓം പ്രാണായ സ്വഹ, ഓം ഉദാനായ സ്വഹ, ഓം അപാനായ സ്വഹ, ഓം സമാനായ സ്വഹ, ഓം വ്യാനായ സ്വഹ എന്ന് പറഞ്ഞുകൊണ്ട് ദേവന് നൈവേദ്യ മുദ്രയോടുകൂടി കൊടുക്കുന്നത് ഈ 5 പ്രാണചിത്രം. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്, ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ആ ദേവൻ്റെ അല്ലെങ്കിൽ ആ മൂർത്തിയുടെ അമ്മയുടെ സ്ഥാനത്താണെന്ന് പറയാറുണ്ട്. അതിന് കാരണം ഇതാണ്. എന്താണ്? ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി ആഹാരം നിത്യേന പ്രാണനോട് ചേർത്ത് കൊടുക്കുന്ന ആളാണ് ആര്? മേൽശാന്തി. അതാണ് വാത്സല്യത്തോടു കൂടി കൊടുക്കുന്നത്. പിന്നെ ചിലർ കൊടുക്കുന്ന കണ്ടാൽ കൊച്ചിനുണ്ണാനേ തോന്നൂല. കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. അത് മക്കൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ വാത്സല്യത്തോടു കൂടി വേണം ഭഗവാനും അന്നം കൊടുക്കാറുണ്ട്. അത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ഉണ്ടാവണം, എൻ്റെ കുഞ്ഞിനാണ് ഞാൻ കൊടുക്കണതെന്ന ബോധം. എൻ്റെ എന്നുള്ള ബോധം വരുന്ന എവിടെയാണ്? പൂജയ്ക്കിരിക്കുമ്പോൾ അതിന് മുമ്പ് ഏത് ദേവനെ അല്ലെങ്കിൽ ദേവിയാണോ പൂജിക്കാൻ തുടങ്ങുന്നത് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചതിന് ശേഷമാണ് പൂജയുള്ളത്. കൊണ്ട് പറയാം, അവനവനെ പൂജിച്ചിട്ട് വേണം ദേവനെ പൂജിക്കാൻ എന്ന് പറയും. എന്ന് വെച്ചാൽ വീട്ടിൽ പോയി സുഭിക്ഷമായിട്ട് സാപ്പാടടിച്ച് വന്നിട്ട് ഭഗവാനെ നേരി കൊടുക്കണം എന്നല്ല അർത്ഥം. അവനവനെ ആ ദേവ ചൈതന്യവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചതിന് ശേഷമാണ് പൂജ. അപ്പോൾ അങ്ങനെ ഈ 5 പ്രാണൻ. അപ്പോൾ 4 21 22 20. അപ്പോൾ 20 എണ്ണം സ്ഥൂല ശരീരത്തിൽ. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറമേ കാണുന്ന ശരീരം. ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്, എനിക്ക് തടിയുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പേപ്പറിനകത്ത് പൊതിഞ്ഞ് പൂശലൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ് ശരീരം. ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് അകത്തൊരെണ്ണമുണ്ട്, അതാണ് സൂക്ഷ്മ ശരീരം. അത് 4 ഘടകങ്ങളാണ്. ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതാണ് സൂക്ഷ്മ ശരീരം 4. എന്നുവെച്ചാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതാണ് 4. ഇതൊക്കെ പറഞ്ഞ ഓർമ്മ വെച്ചോണം. അത് സൂക്ഷ്മ ശരീരം. അവസാനത്തേത് 3ാമത്തെ ശരീരമാണ് കാരണ ശരീരം. അത് കർമ്മം അല്ലെങ്കിൽ കാലം. ഇതാണ് ഈ 3 ശരീരങ്ങളുടെ 25 ഘടകങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള സ്ഥൂല ശരീരത്തിലെ 20 ഘടകങ്ങളുണ്ട്. ഇതിൽ ഏതിലെങ്കിലും ഒന്നിന് വ്യത്യാസം വന്നാൽ ബോഡിയുടെ ബാലൻസ് അത് ഭദ്രമല്ല, അഭദ്രമാണ്. പ്രാണൻ കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒന്ന് കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. തന്മാത്രകളിൽ നിന്ന് കൂടിയാലും കുഴപ്പം,
കുറഞ്ഞാലും കുഴപ്പമാണ്. ഭൂതങ്ങളിലൊന്ന് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പൊ ഇതെല്ലാം ഭദ്രമായി നിൽക്കുന്നത് എപ്പോഴാണോ, അല്ലെങ്കിൽ എല്ലാം അതിൻ്റെതായ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴാണോ, അപ്പൊ ബോഡി അല്ലെങ്കിൽ ശരീരം ഭദ്രമാണ്. ഇതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ 5 പേര്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, ഭദ്രദീപം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വിശേഷാവസരങ്ങളിലാണ് കൂടുതലും കത്തിക്കുക. നിത്യേന വീടുകളിലൊന്നും 5 തിരിയിട്ടൊന്നും ആരും അങ്ങനെ കത്തിക്കുന്നവരുണ്ട്. വീട്ടിലാണ് ദിവസം 5 തിരിയിട്ടാണ് നേരം കത്തിക്കും. അങ്ങനെ ഒക്കുന്നവർ ചെയ്യും, അല്ലാത്തവരെ 1 2 തിരിയിട്ട് കത്തിക്കും. ഇനി എപ്പോഴാണ് വിളക്ക് കൊടുക്കേണ്ടത്? അസ്തമയത്തിന് 1 നാഴിക മുമ്പ് കൊടുക്കണം. അസ്തമയം 6 മണിക്കാണെങ്കിൽ 1 നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റാണ്. ആ 24 മിനിറ്റിന് മുമ്പ് കൊടുക്കണം. അപ്പൊ എപ്പോൾ കൊടുക്കണം? ഏതാണ്ട് 5:34-35 ആവുമ്പോൾ കൊടുക്കണം. 4 നാഴിക വിളക്ക് കഴിഞ്ഞ് നിൽക്കണമെന്നാണ്. അപ്പൊ എത്ര മിനിറ്റായി?